ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ചെറുപുഴയാണ്. ചെറുപുഴ തേജസ്വിനി ഈ പുഴയിലാണ്. പുഴയിലിപ്പോൾ റിവർ റാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സിനോടൊന്നിച്ച് വന്നതാണ്. ഏറ്റവും മഴ, അതുപോലെ തന്നെ പുഴ കുത്തി ഒലിച്ച് നിൽക്കുന്ന പീക്ക് ടവറിലാണ് നമ്മളിപ്പോൾ റിവർ റാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ റാഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിൽ കയറിയിരുന്ന എക്സ്പീരിയൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. രാകേഷ് റാണ എന്ന ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത്. നമ്മൾ ഇരുന്നിട്ട് അതിൽ കുറച്ച് ആദ്യം എന്തൊക്കെ ചെയ്യണം, തൊഴേണ്ടത് എങ്ങോട്ടാണ്. അവർ ബാക്കിലിരിക്കും, രാകേഷ് ബാക്കിലിരിക്കും, നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മളത് തൊഴേണ്ടത് അവർ ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഇൻസ്ട്രക്ഷനും അതിൻ്റെ സേഫ്റ്റി റൂൾസ് എല്ലാം പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്കാണ്. ഇപ്രാവശ്യം ഞങ്ങൾ പോയില്ല, ഏറ്റവും നല്ലോണം മഴയുള്ള സമയത്താണ് പോയത്. ഇപ്പോൾ മഴ എന്നതിന് ഏറ്റവും പീക്ക് വെള്ളമാണ്. അവരെന്നെ സംശയിച്ചു, വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും ഇതിൽ ഇപ്പോൾ ഉള്ള വെള്ളത്തിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ റാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഡേഞ്ചറസ് ആണ് വെള്ളം. അങ്ങനെ കുത്തിയൊലിച്ചു പോകുന്ന വെള്ളമാണ്. ഇത് ഏകദേശം ഞങ്ങൾ 12 കിലോമീറ്ററോളം റാഫ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. നമുക്ക് ഇതിനു മുമ്പ് ഞാൻ റാഫ്റ്റ് ചെയ്ത സമയത്ത് വെള്ളം വളരെ കുറഞ്ഞ സമയത്തായിരുന്നു. അങ്ങനെ കൂടുതലും മഴക്കാലമല്ലായിരുന്നു. ഇതിപ്പോൾ ശരിക്കും മഴക്കാലത്തിൻ്റെ പീക്ക് ടൈമിലാണ്. നല്ല വെള്ളമാണ്. അപ്പോൾ നല്ലൊരു ത്രിൽ മൂഡിലാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ എല്ലാവരും കയറിയിരുന്നു. അവർക്ക് ഒരു കാര്യം ഫീൽ ചെയ്യാറ് പക്ഷെ അവർക്ക് ഇത് അറിയത്തില്ല. ഈ ഫീലിംഗ് കിട്ടുകയല്ല നമ്മൾ കാണുന്ന പോലെ. അപ്പോൾ സ്റ്റാർട്ടിങ് കഴിഞ്ഞു. ആദ്യം കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടൊക്കെ തരാൻ. അത് കയറുമ്പോഴുള്ള പേടി ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പുറത്തുനിന്നുള്ള ഒഴുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൽ കയറി ഇത് ഒഴുകി പോകുമ്പോൾ നല്ല രസമായിരിക്കുന്നു. ഞങ്ങൾ 9 പേരാണ്. 5 ഒരാൾ ഒരു റാഫ്റ്റിൽ 5ഉം മറ്റേ 4 പേരുമായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആടി ഒളിഞ്ഞുകൊണ്ട് പോകുന്നത് ആണ്. ഇപ്പോൾ ഏകദേശം 14 കിലോമീറ്റർ പോകുന്നതാണ് പറയുന്നത്. നോക്കാമല്ലോ എങ്ങനെയുണ്ട്. ഇപ്പോൾ മഴവെള്ളം കൂടുതലായത് കാരണം ഈ മരച്ചില്ലകളിലും ഭയങ്കര തലക്ക് മുട്ടുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും എൻജോയ് ചെയ്തു. കർണാടകയും കേരളത്തിലെ കണ്ണൂർ ജില്ലയും കാസർഗോഡും അതിർത്തി പങ്കിടുന്ന ഈ പുഴ ഏറ്റവും വലിയ, കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പുഴയാണിത്. നീളത്തിൻ്റെ കാര്യത്തിൽ 40 കിലോമീറ്ററിലധികം നീളമുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ പുഴ അവസാനിക്കുന്നത് നീലേശ്വരത്ത്. ഉത്തര മലബാറിലെ ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മയായ ആർട്ടം എന്ന ഒരു സംഘടനയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഈ റാഫ്റ്റിൻ്റെ ഓപ്പറേഷനിലും ചെയ്യുന്ന നമ്മുടെ അംഗങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് അതുകൊണ്ട് ഇവിടെ ഇന്നലെ വന്നു. ഞങ്ങൾക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പബ്ലിക് ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. അപ്പോൾ പബ്ലിക്കിനെ അറിയിക്കുക, ഇങ്ങനൊരു സംഭവം കണ്ണൂർ ജില്ലയിലുണ്ട് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്ന് നമ്മളിവിടെ ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. മലയുടെ കാടിനോട് അടുത്തുള്ളൊരു ഹോം സ്റ്റേയിൽ താമസിച്ചു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താബോർ ഹില്ലിലേക്ക് ട്രക്ക് ചെയ്തു. മഴ നനഞ്ഞ് ട്രക്ക് ചെയ്തു. പുഴ ശാന്തമായ സ്ഥലത്ത് നമുക്ക് ഇവിടെ പുഴയിൽ ചാടാനുള്ള അവസരം ഉണ്ടായിരുന്നു. അടിയൊഴുക്കുണ്ടെങ്കിലും നമുക്ക് സേഫ്റ്റി ജാക്കറ്റും ഹെൽമെറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സേഫാണ്. നമ്മൾ ഈ റാഫ്റ്റിനെ പിടിച്ചിട്ട് പുഴയിലേക്ക് ചാടി. അപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് റാഫ്റ്റിനെ പിടിക്കാതെ നീന്താൻ പറ്റുന്നില്ല. അങ്ങനെ റാഫ്റ്റിൽ പിടിച്ച് കുറച്ച് സമയം നീന്തി കുളിച്ച് അത് പ്രൊഫഷണൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. മിനിമം 4 പേരെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ റാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ. അല്ലാണ്ട് 2 പേരിലാകുമ്പോൾ വേറെ ആരെങ്കിലും ഷെയർ ചെയ്തെങ്കിൽ കൊണ്ടുപോകേണ്ടി വരും.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അതന്നെ